എല്ലാവർക്കും നമസ്കാരം. മാരേജ് രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായി ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വിവാഹം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് ഈ അപേക്ഷ നൽകേണ്ടത്. വിവാഹം കഴിഞ്ഞ് 45 ദിവസത്തിനും മുകളിലായി കഴിഞ്ഞാൽ പ്രത്യേക മാപ്പപേക്ഷയും നോട്ടറി അഫിഡവിറ്റും RDOയിൽ സമർപ്പിച്ച് അപ്രൂവായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. മാരേജ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ട രേഖകൾ: വധൂവരന്മാരുടെ ഫോട്ടോ, അവരുടെ ആധാർ കാർഡ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള പാസ്പോർട്ടോ സ്കൂൾ സർട്ടിഫിക്കറ്റോ, അതോടൊപ്പം വിവാഹം മതാചാര പ്രകാരമോ രജിസ്ട്രാർ മുഖേനയോ നടന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. മതാചാര പ്രകാരം ചിലയിടത്ത് മുദ്രപേപ്പറിൽ പ്രിന്റ് ചെയ്ത് മതസ്ഥാപനങ്ങളിലെ സീല് വെച്ച് തരുന്നവ, ചിലയിടത്ത് മതസ്ഥാപനത്തിന്റെ ലെറ്റർ പേഡിൽ സീല് വെച്ച് തരുന്നതായാലും അത്. അതോടൊപ്പം 2 സാക്ഷികളുടെ ആധാർ കാർഡ്, കൂടാതെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വധൂവരന്മാരുടെ ജോലി, വധൂവരന്മാരുടെ മാതാപിതാക്കളുടെ വയസ്സ്, ജോലി എന്നിവയൊക്കെയാണ് ഈ രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ളത്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നത് നോക്കാം. ഗൂഗിളിൽ ILGMS സിറ്റിസൺ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യം കാണുന്ന സിറ്റിസൺ സർവീസ് പോർട്ടലിൽ പ്രവേശിക്കുക. ഈ വെബ്സൈറ്റിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് I agree ക്ലിക്ക് ചെയ്ത് ഒരു ലോഗിൻ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് പൊതുവിവാഹം എന്ന മെനുവിൽ പ്രവേശിച്ച് ഇവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകണം. സേവ് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്നത് പൊതുവിവാഹ പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുത്ത് താഴെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഉള്ളിലാണെങ്കിൽ നമ്മൾ നിലവിൽ നിൽക്കുന്ന പഞ്ചായത്തിലേക്ക് തന്നെയാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ളിൽ എന്നും, മറ്റു പഞ്ചായത്തിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിനുള്ളിൽ എന്നുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം വീട്ടുപേര്, വീട്ടു നമ്പർ, നമ്മുടെ പ്രദേശം, വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് വാർഡ് തിരഞ്ഞെടുത്ത് പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ പിൻകോഡ്. ഇത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിര മേൽവിലാസം ഇതിനോട് സെയിം ആണെങ്കിൽ നമ്മൾ ആ ബട്ടണിൽ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തരം, പഞ്ചായത്തിൻ്റെ പേര്, വിവാഹ തീയതി എന്നിവ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം സാധാരണ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇവിടെ വിഭാഗം, പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം, SC/ST ഏതാ വിഭാഗം സെലക്ട് ചെയ്ത് ആ വിവാഹ തീയതി ഓൾറെഡി അവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതാണ്. വിവാഹം നടന്ന സ്ഥലം, താലൂക്ക്, അങ്ങനെ ഉള്ളത്, വാർഡ് ഏതാണ്, കാസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിനുശേഷം ഫോട്ടോ സെലക്ട് ചെയ്യാൻ വധുവിൻ്റെയും വരൻ്റെയും ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കും, 2 ഫോട്ടോ ഡിസ്പ്ലേ കാണിക്കും. എന്നിട്ട് അത് മുന്നോട്ട് പോവുക. അടുത്തത് ഭർത്താവിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത്. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നൽകുക. ഭർത്താവ് ഈ പഞ്ചായത്തിലുള്ളതാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ എന്ന് സെലക്ട് ചെയ്ത് വീട്ടുപേര്, വീട്ടു നമ്പർ അതുപോലുള്ളതെല്ലാം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഭാഷ ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്. വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇനി തുടർന്ന് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഹസ്ബൻഡിൻ്റെ ഫാദർ നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. മലയാളത്തിൽ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ മലയാളം ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യം ലഭിക്കുന്ന ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് മലയാളത്തിലായി വരുന്നതാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്താൽ മലയാളം എളുപ്പത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക. ഫാദറിൻ്റെ ഏജ്, അതുപോലെ തന്നെ മദർ നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും, മദറിൻ്റെ ഏജ്, അതുപോലെ തന്നെ അവരാരെങ്കിലും മരണപ്പെട്ടിട്ട് ഉള്ളവരാണെങ്കിൽ ഏജിൻ്റെ നേരെ കാണുന്ന ഡിസീസ്ഡ് എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡ് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ ആണെങ്കിൽ മുകളിൽ കാണുന്ന അതും ടിക്ക് ചെയ്ത് പാസ്പോർട്ട് നമ്പർ പോലത്തത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ മദറിൻ്റെ അഡ്രസ്സ് സെയിം ആണെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വൈഫിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. വൈഫിൻ്റെ ഡീറ്റെയിൽസ്, ഫുൾ നെയിം, അതുപോലെ തന്നെ ഇന്ത്യൻ, തൊഴിൽ, അതുപോലെ പ്രീവിയസ് മാരേജ് സ്റ്റാറ്റസ്, കല്യാണം കഴിച്ചിട്ടുണ്ടോ, എനി സ്പൗസ് അല്ലി, നിലവിൽ മറ്റാരെങ്കിലും ഭർത്താവായിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അത് യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നീട് വൈഫിൻ്റെ ആധാർ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പെർമനൻ്റ് അഡ്രസ്സ് ഇൻസൈഡ് ലോക്കൽ ബോഡി ആണെങ്കിൽ, പഞ്ചായത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വൈഫിൻ്റെ പഞ്ചായത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് വൈഫ് ഇൻസൈഡ് ലോക്കൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പഞ്ചായത്തിലല്ല ഇത് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻസൈഡ് കേരള എന്നുള്ളതാണ് ഹസ്ബൻഡ് ഡീറ്റെയിൽസിൽ വരിക. വൈഫിൻ്റെ ഡീറ്റെയിൽസ് ഇൻസൈഡ് ലോക്കൽ ബോഡി എന്നുള്ളതാണ് വരിക. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ വൈഫിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഫാദറിൻ്റെ ജോലി, മദറിൻ്റെ നെയിം ഇംഗ്ലീഷിൽ, മലയാളത്തിൽ മദറിൻ്റെ നെയിം, ഏജ്, സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇൻസൈഡ് ലോക്കൽ ബോഡി അങ്ങനെ കൊടുത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ സാക്ഷികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഫുൾ നെയിം, അത് ഫുൾ നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഇത് ഈ സാക്ഷി ഹസ്ബൻഡിൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഹസ്ബൻഡ് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വൈഫിൻ്റെ പെർമനൻ്റ് അഡ്രസ്സിലാണ് ഈ ആള് എന്നുണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുപേരുടെയും അഡ്രസ്സിൻ്റെ സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ പഞ്ചായത്ത്, ഈ അപ്ലൈ ചെയ്യുന്ന പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ ഇൻസൈഡ് ലോക്കൽ ബോഡി, അതല്ല പുറത്താണെങ്കിൽ ഇൻസൈഡ് കേരള എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ സാക്ഷിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതും ഒന്നാമത്തെ സാക്ഷിയുടെ ഡീറ്റെയിൽസ് കൊടുത്തതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷിയുടെ ഡീറ്റെയിൽസും കൊടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അവസാന സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു PDF പ്രിവ്യൂ കാണാം. ഇത് PDF ഡൗൺലോഡ് ചെയ്യുക. ഈ PDF പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇവിടെ രണ്ട് സാക്ഷികളുടെയും പേരിൻ്റെ നേരെ സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഹസ്ബൻഡും വൈഫും സൈൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ അപേക്ഷ തയ്യാറാക്കൽ എന്ന പേജിൽ ഈ അപ്ലിക്കേഷൻ റിപ്പോർട്ട് എന്ന് ഈ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം. അവസാന സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ മറ്റുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ഈ പറയുന്ന രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അമ്പലം പള്ളിയിൽ നിന്ന് കിട്ടിയ ആ സാക്ഷ്യപത്രവും ഫോറം 1 അപേക്ഷയുടെ സാക്ഷ്യപത്രം അടങ്ങുന്ന ആ PDF-ഉം അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, ഭാര്യയുടെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, അങ്ങനെ അത് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ 120 രൂപ പേയ്മെൻറ്റായി ചെയ്യേണ്ടതുണ്ട്. അതിന് UPI-യോ മറ്റ് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം കൂടുതലായിട്ട് എന്തെങ്കിലും ഇനി അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അറ്റാച്ചിൽ ക്ലിക്ക് ചെയ്ത് രണ്ടുപേരുടെയും ആധാർ കാർഡ്, വിറ്റ്നസിൻ്റെ ID പ്രൂഫും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. വീണ്ടും എടുക്കുന്നതിന് വേണ്ടി ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്തതും സബ്മിറ്റ് ചെയ്തതും ആയിട്ടുള്ള അപ്ലിക്കേഷനുകൾ ഉണ്ട്. നമുക്ക് കാണാനും അതിൻ്റെ പുരോഗതി വിലയിരുത്താനും സാധിക്കും. അടുത്തതായി ഇതിൽ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റുകളുമായിട്ട് പഞ്ചായത്തിലേക്ക് വധൂവരന്മാർ നേരിട്ട് ചെല്ലണം. അവിടെ വധൂവരന്മാർ സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യണം. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ ഇത് അപ്രൂവ് ആവുകയും നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കാനും സാധിക്കും. ഇതുപോലെ ഓൺലൈനായി ചെയ്യേണ്ട സേവനങ്ങളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.